ബി.ജെ.പി. സമയാസമയം കാര്യങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാർച്ച് മാസത്തിനകം നിയമിക്കും, കണ്ടെത്തണം എന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിനോട് കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറോ എം.ടി. രമേശോ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ എം.ടി. രമേശോ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്നാണ് നിലവിലെ സൂചനകൾ. അതേ അവസരം തന്നെ 7 സംസ്ഥാനങ്ങളിലെങ്കിലും, കുറഞ്ഞത് 5 മുതൽ 7 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന അധ്യക്ഷ പദവി സ്ത്രീകൾക്ക് നൽകണമെന്ന ഒരു നിർദ്ദേശവും ദേശീയ നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇവിടെ ആണ് ഞാൻ മുമ്പൊരു വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ്റെ പേരും ഉയർന്നു വരുന്നത്. രാജീവ് ചന്ദ്രശേഖറാണ് ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഒന്ന്, അദ്ദേഹം കേരളത്തിലെ എലൈറ്റ് ക്ലാസ്സായ, അതായത് ഒരു മധ്യവർഗവും അതിന് മുകളിലോട്ടുള്ള ആളുകളുടെയും അടുപ്പക്കാരനാണ്. അവർക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ശൈലിയുമൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അമരത്ത് വരികയാണെങ്കിൽ അങ്ങനെയുള്ള എലൈറ്റ് ക്ലാസ്സിനെ, ജാതി മതഭേദമന്യുള്ള എലൈറ്റ് ക്ലാസ്സിനെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാം എന്ന ഒരു ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് മാധ്യമ സ്ഥാപനവുമായുള്ള അടുത്ത ബന്ധം, അത് വാർത്തയുടെ കാര്യത്തിലും മുതലെടുക്കാൻ പറ്റും, മാധ്യമങ്ങളെ ഒപ്പം നിർത്താനും അദ്ദേഹത്തിന് കഴിയുമെന്ന ഒരു തോന്നൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഭാഷാ ജ്ഞാനവും അതുപോലെ തന്നെ ലോക പരിചയവുമൊക്കെ കേരളത്തിലെ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നൊരു ചിന്തയും ഇവർക്കുണ്ട്, ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആഗ്രഹം ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി പലതവണ രാജീവ് ചന്ദ്രശേഖരനോട് ദേശീയ നേതൃത്വം ഇക്കാര്യം സൂചിപ്പിച്ചു, പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം കേരളത്തിലുണ്ടാകണം. ഒന്ന്, അതിനെനിക്ക് സാധിക്കുകയില്ല. 2, ഈ എലൈറ്റ് ക്ലാസ്സും ആളുകൾ എന്നെ വലിയ പരിപാടിക്കും പൊതുചടങ്ങിനൊക്കെ വിളിക്കുന്നുണ്ട്, അത് വാസ്തവം തന്നെ. പക്ഷേ താഴെത്തട്ടിൽ എനിക്ക് അത്ര പരിചയമില്ല. താഴെത്തട്ടിലെ പ്രവർത്തകരെ പരിചയമില്ല, അവരുമായിട്ട് ഇടപഴകുന്നത് വളരെ കുറവാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴാണ് തിരുവനന്തപുരത്തെ ജനങ്ങളോട് തന്നെ മിണ്ടുന്നതും സംസാരിക്കുന്നതും. അവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ പാർട്ടിയുടെ ആഴങ്ങളിൽ ഇറങ്ങി ഞാൻ പ്രവർത്തിക്കാത്തത് കൊണ്ട് ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുന്നത് എം.ടി. രമേശ് ഒരു പക്ഷത്തിൻ്റെ ഭാഗമാണ്, കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ഭാഗമാണ് എം.ടി. രമേശ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് കളിയും ഗ്രൂപ്പിസവും പാർട്ടിക്കകത്തേക്ക് വീണ്ടും വരും എന്നൊരു പേടി സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രനെക്കുറിച്ച് ധാരാളം പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വരാം. എം.ടി. രമേശ് വന്നു കഴിഞ്ഞാൽ, പ്രസിഡൻ്റാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംഘാടകത്വം നന്നായി അറിയാം. അതുപോലെ തന്നെ RSS ബാക്ക്ഗ്രൗണ്ട്, RSSുമായി നല്ല ചങ്ങാത്തത്തിലാണ്. അതെല്ലാം പോസിറ്റീവ് വശമായി പരിഗണിക്കുമ്പോഴും അദ്ദേഹത്തിന് അത്ര ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുമ്പൊരിക്കൽ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാനോ പാർട്ടിയെ കുറച്ചുകൂടി വലുതാക്കാനോ വളർത്താനോ പാർട്ടി ശക്തിപ്പെടുത്താനോ അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ വിലയിരുത്തി എം.ടി. രമേശിനെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ ഇത്തരം കുറവുകൾ, ന്യൂനതകൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്യും. ഇപ്പോൾ P.K. കൃഷ്ണദാസ് പക്ഷം എം.ടി. രമേശ് തന്നെ പ്രസിഡന്റ് ആകണം എന്നൊരു ആഗ്രഹവും അഭ്യർത്ഥനയും ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിട്ടുമുണ്ട്. ഇനിയപ്പോൾ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് ആയാൽ പാവം സുരേന്ദ്രൻ്റെ അവസ്ഥ എന്താകും? സുരേന്ദ്രൻ 5 വർഷം തികയ്ക്കുകയാണ്, പ്രസിഡന്റായി 5 വർഷമാകുന്നു. 5 വർഷം കഴിഞ്ഞ ആളുകളെയൊക്കെ, ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ നീക്കം ചെയ്യണമെന്ന ആയിരുന്നു ബി.ജെ.പി. ദേശീയ നേതൃത്വം ആദ്യം പറഞ്ഞിരുന്നത്. സംസ്ഥാന പ്രസിഡന്റുമാർക്ക് അത് ബാധകമല്ല എന്നൊരു ചിന്തയും അവർ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച്, അല്ലെങ്കിൽ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച്, സംസ്ഥാന പ്രസിഡന്റുമാർക്കും ഈ 5 വർഷം കാലാവധി നിബന്ധന മസ്റ്റാണ്. 5 വർഷം കഴിയുമ്പോൾ അവർ മാറിക്കൊടുക്കണം. അങ്ങനെ സുരേന്ദ്രനെ മാറ്റിയാൽ സുരേന്ദ്രനെ എവിടെയെങ്കിലും ഒരു പോസ്റ്റിൽ ഉറപ്പിക്കണം. ഒന്ന്, സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് പാർട്ടി ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിൽ പാർട്ടിയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. വിവാദമായാലും പാർട്ടിക്ക് എതിരായി നടന്നാലും, നെഗറ്റീവ് ചർച്ച, പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് നടന്നത് സുരേന്ദ്രൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഒരു നല്ല പോസ്റ്റിൽ നിയമിക്കണം എന്നൊരാഗ്രഹം ദേശീയ നേതൃത്വത്തിനുണ്ട്. രാജ്യസഭാ അംഗമാക്കി ഒരു സഹമന്ത്രിയാക്കി മാറ്റുക എന്ന ചിന്തയാണ് ദേശീയ നേതൃത്വം സുരേന്ദ്രനുമായി പങ്കുവച്ചിരിക്കുന്നത്. സുരേന്ദ്രനും അതിന് തയ്യാറാണ്. ഇനി സുരേന്ദ്രനെ അങ്ങനെ രാജ്യസഭാ സഹമന്ത്രിയൊക്കെ ആക്കുന്നു, രാജീവ് ചന്ദ്രശേഖറോ എം.ടി. രമേശോ സംസ്ഥാനത്ത് പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എന്താകും? ശോഭാ സുരേന്ദ്രനും പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുണ്ട് എന്ന് കുപ്പായം തുന്നിവെച്ച് കാത്തിരിക്കുകയാണല്ലോ. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലോ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിന് മോന് ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്.
അച്ഛന് ബൈക്ക് വാങ്ങാമെന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. Sri Gokulam Chit and Finance.